അഭിമന്യു വധക്കേസ് ഇന്ന് വീണ്ടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി 4 മാസത്തിനകം വിധി പറയണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിലെ തുടർ വിചാരണ നടപടികളാണ് ഇന്ന് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് നമ്മളുമായി ചേരുന്നത്. ഡാനി, ഓർമ്മ ശരിയാണെങ്കിൽ 2018 അഭിമന്യു വധക്കേസ് നമ്മുടെയൊക്കെ വാർത്തകളിൽ നിറഞ്ഞത്. ഇപ്പോൾ ഇതാ 8 വർഷത്തിന് ശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് വീണ്ടും പരിഗണനയിൽ എടുക്കുകയാണ്. വളരെ വേഗം ഇതുമായി ബന്ധപ്പെട്ടൊരു വിചാരണ എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ടും വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? കേസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരുന്നു. ഹൈക്കോടതി ഈ കേസിൽ വിചാരണ നടപടികൾ അനന്തമായി നീണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കൊല്ലപ്പെട്ട അഭിമന്യുവിൻ്റെ മാതാവ് ഭൂപതി കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുക, ഒരു 4 മാസ കാലയളവ് കൊണ്ട് വിചാരണ നടപടികൾ പൂർത്തിയാക്കാനടക്കം നിർദ്ദേശം നൽകുകയായിരുന്നു. കേസിൽ 16 പ്രതികളാണുള്ളത്. മുഴുവൻ പ്രതികളെയും പിടികൂടിയിരുന്നു. 1-ാം പ്രതി അടക്കമുള്ളവർ ഈ അടുത്തിടെയാണ്, കുറച്ചു നാൾ മുമ്പാണ് ഇനി അടക്കം പിടികൂടുകയും ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ ഒരു സ്വാഭാവികമായ രീതിയിലുള്ള ഒരു വൈകൽ വന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പിന്നീട് കോടതി അടക്കം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ കേസിൽ വിചാരണ നടപടികൾ വൈകുന്നു എന്നതാണ് കുടുംബത്തിൻ്റെതായ വന്നിരിക്കുന്നൊരു വിമർശനം. ഇതിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ അതിനുശേഷം പിന്നീട് സെഷൻസ് കോടതിയിലേക്കാണ് ഇപ്പോൾ ഈ കേസിൻ്റെ വിചാരണ നടപടികൾ തുടർന്ന് നടക്കുന്ന കോടതിയിൽ ഇന്ന് പിന്നീട് ആ കോടതി ഇടപെടലിന് ശേഷം അത് പരിഗണിക്കുകയാണ്. ഏതായാലും പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താനുണ്ട്. കഴിഞ്ഞ തവണ മുഴുവൻ പ്രതികളെയും തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇന്നും മുഴുവൻ പേരും എത്തും, കുറ്റപത്രം പൂർണ്ണമായും വായിച്ച് കേൾപ്പിക്കും എന്നത് ആ ഒരു നടപടി ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷം അതിൻ്റെ ഒരു വിചാരണ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ്. വളരെ പ്രമാദമായ ഒരു കേസ്, വളരെയധികം സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയായിരുന്നു. 2018 ഇവിടെ മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന SFI നേതാവായിരുന്ന അഭിമന്യുവിനെ ക്യാമ്പസിനകത്ത് ഉണ്ടായ സംഘർഷത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ അടക്കം ചേർന്ന് അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ്. ആ കേസിനെ തുടർന്ന് പിന്നീട് വലിയ രീതിയിലുള്ളൊരു അന്വേഷണവും കാര്യങ്ങളുമെല്ലാം പോകുമ്പോഴും പലപ്പോഴും ഈ പ്രതികളെ മുഴുവനായിട്ട് പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന ആക്ഷേപമടക്കം നിലനിന്നിരുന്നു. പിന്നീട് ഈ കേസിൻ 1-ാം പ്രതി അടക്കം പിന്നീട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നാളുകൾക്ക് ശേഷം 1-ാം പ്രതി അടക്കം പിടികൂടുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് കേസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതിന് ശേഷം വീണ്ടും കീഴ്ക്കോടതി ഈ കേസ് പരിഗണിക്കുന്നൊരു ദിവസം കൂടിയാണ്. 16 പ്രതികളെയും ഇന്ന് ഹാജരാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനി പോളാണ് അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.